നടന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഇതാക്കാൻ പറ്റും, സൂവ് ചെയ്യാൻ പറ്റും. അതായത് അവിടുന്ന് സൈക്കിൾ വരികയാണ്, ഇവിടുന്ന് പോവാണ്. അപ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് സൈക്കിൾ പോകേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിലൂടെ ഒരു പ്രായമായ ആളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലൂടെ എടുത്തപ്പോൾ ആ വളവിൽ അവിടെ നിന്നും ഒരു പെണ്ണ് വരുന്നുണ്ടായിരുന്നു സൈക്കിൾ ഓടിച്ചിട്ട്. ബ്രേക്ക് കിട്ടിയില്ല, ടക്ക് ഷൂ എന്ന് പറഞ്ഞ് പോയി ഇടിച്ച്. ഇത്ര വണ്ടിയാണ് വരിയായിട്ട് സ്റ്റോപ്പായത്. വൈ ബട്ട് വൈ? സൈക്കിൾ പാത്ത്. ഈ ചെറിയ ഗ്ലൗ ഇട്ടിട്ടും വലിയ തണുപ്പൊന്നുമില്ല കൈക്ക്. ഇതെങ്ങനെ ഒരു പ്രായമായ ആള്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഭാഗത്തോടെ എടുത്ത് പിന്നെ ഞാൻ ഈ ഫെബ്രുവരി നെക്സ്റ്റ് വീക്കിൽ ഖത്തറിലെത്തുന്നുണ്ട്. ഐ ഡി റിന്യൂ ചെയ്യാൻ. പെട്ടെന്ന് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കും, നാട്ടിലേക്ക് ചിലപ്പോൾ നാട്ടിലേക്കൊരു 4 ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം കിട്ടണേ. അപ്പം ഉണ്ടാവും, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരും. ഹറിബറി എന്താ ചെയ്യുക. പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും ഒന്ന് കണ്ടാൽ ഒരു സമാധാനമല്ലേ. അത് പൈസക്ക് പുറത്തായിരിക്കും തോന്നുന്നു. നോക്കാം. അവരിപ്പോൾ എന്താ കാണിച്ച് എക്സസൈസ് ചെയ്താ, അല്ലെങ്കിൽ ടൈറ്റ് ജീൻസ് ഇടുമ്പോൾ എങ്ങനെ സാധനം പിക്ക് ചെയ്യണമെന്നുള്ളതോ. അതിൻ്റെ ട്രാൻസ്ലേറ്ററിനൊന്ന് അടിച്ചു നോക്കും. ഇങ്ങനെയാണെന്നാണോ? എത്ര 5 മിനിറ്റ് കൂടെ ഉള്ളു. പുല്ല് തണുത്തിട്ടും ഒന്നും ആടിയിട്ടില്ലല്ലേ. ഇനിയിപ്പോൾ സമ്മറിൽ വീണ്ടും ഇതേപോലെ വരിയിരിക്കും. എന്തായാലും പുല്ലിൻ്റെ ഒരു അവസ്ഥ. എന്നിട്ടപ്പോൾ ആൾക്കാർ വളം ചേർത്തെടുക്കും, വീണ്ടും തളിർക്കും. നൈസ്. ട്രെയിൽ ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചുകൊണ്ട് എന്താണാവോ, പ്രശ്നമില്ല. ആൾക്കാർക്ക് നടക്കാനുള്ള വേസ്റ്റ് ഉണ്ടല്ലേ, ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മളതിലൂടെ കയറിയിരിക്കും.
ഇവിടുന്ന വെള്ളം നീക്ക അവിടെ ഒരു ടെൻ്റ് അടിച്ച് കിടന്നുണ്ടല്ലേ. ഹോംലെസ് കഷ്ടം തന്നെയാണ്. വേറൊരു സംഗതി, ഇവിടെ ഫുഡ് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ ചില മലയാളി ബ്ലോഗേഴ്സിൻ്റെ ബ്ലോഗ് ഇട്ട് ഇവിടെ വന്നാൽ ഫ്രീ ആയിട്ട് കുറേ ഫുഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരിങ്ങനെ ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു, അവരിങ്ങനെ പോയി വാങ്ങാറുണ്ടായിരുന്നു. അതിന് പിന്നെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ വൈറലായപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ പോയി തുടങ്ങി. അത് ഇവർക്ക് തീരെ പിടിച്ചില്ല. കാരണം ഈ വ്ളോഗൊക്കെ വെച്ചിട്ട് കേസ് ഫയൽ ചെയ്ത് അങ്ങനെ ഇപ്പോൾ എഴുതി വെക്കുന്നുണ്ടല്ലോ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് വേറെ പ്രശ്നമുണ്ട്. നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കേണ്ട സൗജന്യം എടുത്തു കഴിഞ്ഞാൽ ഫുഡ് ബാങ്കിലൊക്കെ ഫസ്റ്റ് ഒരു ID സിൻ നമ്പർ എന്ന് പറയും, അത് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഒരു നമ്പർ കൊടുക്കൽ. അപ്പോൾ ഇപ്പോഴും ആ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ ഈ സിൻ നമ്പറിൽ രജിസ്റ്റർ ആവും, ഇവരിങ്ങനെ വാങ്ങിയിട്ടുണ്ടെന്നുള്ള. ഇത് നമ്മൾ സ്റ്റേ ബാക്കിനൊക്കെ അപേക്ഷിക്കുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ നമ്മളെ സ്റ്റേ ബാക്ക് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ പൈസ കൊടുത്ത് വന്നാലേ അതിനൊക്കെ എഫക്റ്റ് ചെയ്യാതിരിക്കും. നമ്മൾ ഷൂ റിട്ടേൺ ഇതാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. റിട്ടേൺ വാങ്ങാൻ വേണ്ടി പോകണം ഈവനിങ്. ഞാൻ പുറത്തിടുന്ന എക്സ്ട്രാ ജാക്കറ്റ് മറന്നുപോയി.